ഒരു ചോദ്യം, ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പറയാൻ LDF-നും CPM-നും അവകാശമില്ല, ഈ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ അവകാശമില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാരവേലയാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് മറ്റാർക്കും പറയാനാവും, അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശവും വർഗീയ പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി എതിരായി മിണ്ടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്ത് കൈയ്യുള്ളത്? അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന വാദിക്കുന്നവരാണ് അവർ, ജമാഅത്തെ ഇസ്ലാമി. അതുതന്നെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഇപ്പോഴും ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും, വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരാതരം പോലെ BJP-യുമായിട്ടും അതുപോലെ തന്നെ RS-ഉമായിട്ടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമുമൊക്കെ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ലീഗ് ഉള്ളത്. മാറ്റിയില്ല എന്ന് അവർ തന്നെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമികാർ തന്നെ പറഞ്ഞു ഞങ്ങൾ മാറ്റിയിട്ടില്ലാന്ന്. പിന്നെ എങ്ങനെയാണ് സതീശൻ മാറ്റാകുക? സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദമോ നിലപാട് സ്വീകരിക്കുന്നയാളാ, അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാനും പാടില്ലെന്നും മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയാം. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല, തോന്നിയാസിയാണ്, എന്തും പറയും, അതിനോടൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരോട് പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി പറഞ്ഞതെല്ലാം തോന്നിയാസമല്ല, അതിൻ്റെ അപ്പുറത്തെന്നൊക്കെ പറയാനുള്ള പദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു.